അപ്പോൾ ബാക്കിൽ നമ്മുടെ ഷെഡ് നമ്മൾ ആ മലയിലോട്ടാണ് ഞാൻ പറഞ്ഞത് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. ആ ഭാഗം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയുണ്ടെന്നുള്ളത്. നിങ്ങൾ നോക്കിക്കോണേ. നോക്കിയോ, നമ്മൾ ആ മലയിലോട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ വഴി. ഓക്കേ, ഫുള്ള് നമ്മളിപ്പം സെറ്റ് ചെയ്യും. ഇതിനകത്തൂടെ ഇങ്ങനെ പോയാലേ വെക്കുള്ളൂ, അതിനകത്ത് കയറി കഴിഞ്ഞാൽ പറ്റില്ല. ഇതിൻ്റെ നടുക്കൂടെ പോകണം. ഇവിടെ നമ്മൾ വേലി ഇട്ടിരിക്കുകയാണ്, ഇവിടെ ഇവരും വേലി ഇട്ടിട്ടുണ്ട്. ഇത് സോളാറാണ് കേട്ടോ, കറണ്ടാണ്. തൊട്ടാൽ വിവരം അറിയും. ഒരു വല്ലാത്ത വേദനയാണ്, നമ്മളെ ഹാർട്ടിലേക്കായിരിക്കും വരുന്നത്. നെഞ്ചാണ് വേദന എടുക്കുന്നത്. ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ച് ഭയങ്കരമായിട്ട് വേദന എടുക്കും കേട്ടോ. മൃഗങ്ങളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ സ്കൂട്ടാവും, വിളിച്ചോണ്ട് ഓടും. വേണ്ട, നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി ഈ ഭാഗം വരെ വരുന്നുണ്ട്. ഇവിടെ ഇത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഒരു അതിര് കല്ലാണ്. ഈ കല്ലിൽ നിന്ന് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഇത് നമ്മൾ മാത്രം കറണ്ട് വിട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് കമ്പി മാത്രമേ വലിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്താ, കാട്ടുപോത്തും കേഴയാടും ഉള്ളംപന്നിയും പന്നിയും എല്ലാ എണ്ണവും നമ്മുടെ പറമ്പിൽ കയറുന്നുണ്ട്. ഇവിടെ വരെ വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ. ഇങ്ങനെ പോയാൽ ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ സ്ട്രോബെറി വരാൻ സാധ്യതയുണ്ട്. സ്ട്രോബെറിയുടെ വിത്ത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കല്ലുണ്ട്, വേണ്ട ഈ കല്ല് കണ്ടോ, ഈ കല്ല് നമ്മുടെ അതിലാണ്. ഈ കല്ലിൽ ഇവിടെ ഒരു മാർക്ക് കാണാൻ പറ്റും, വേണ്ട ഈ മാർക്ക് കണ്ടോ, ഇത് അതിരിൻ്റെ മാർക്കാണ് കേട്ടോ. ഇവിടെ നേരെ ഇങ്ങോട്ടാണ് അതിര് പോകുന്നത്, അങ്ങോട്ടും നേരെ അങ്ങ് മണ്ടയിലോട്ട്, ഇവിടെ നേരെ അങ്ങോട്ടും. ഇവിടെ ഒരു കുഴിയുണ്ട്, അതുകൊണ്ട് ഒരു കുറ്റി കാണുന്നുണ്ടോ, ആ കുറ്റി, ആ കുറ്റി വരെ നമ്മുടെ സ്ഥലമാണ്. ആ കുറ്റി വരെ, ആ കുറ്റി വരെ നമ്മുടെ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോവാം. അതാണ് നമ്മുടെ പ്ലാൻ. ഈ മല ഫുള്ള് നിങ്ങളെ ഞാൻ ആദ്യത്തെ വീഡിയോ കണ്ടവർക്കറിയാം. ഈ ഭാഗം ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഭാഗം, ആ മല, അത് ഇന്നൊരു ദിവസം നമുക്ക് നോക്കാം. ഇന്ന് ബാറ്ററി നമ്മുടെ മൊബൈലിന് ചാർജ് കുറവാണ്. അപ്പോൾ നമ്മൾ ഇത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കേട്ടോ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അതുവരെ കാണുന്നത് അതാണ് നമ്മുടെ പെരുമാൾമല എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഷെഡ് എന്തോരം ദൂരെയായിരിക്കുന്നതുണ്ട്. അങ്ങാണ് നമ്മുടെ ഷെഡ് ഇരിക്കുന്നത്, കുഴിയിലായി. നമ്മൾ ഒരുപാട് നടന്നു വന്നു. അതാണ് മറ്റേ മല. ഇതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. എൻ്റെ മോനെ, ഇങ്ങോട്ടൊരു വഴിയുണ്ട് കേട്ടോ. ഇത് പണ്ട് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, പണ്ട് എൻ്റെ അമ്മൂമ്മയൊക്കെ കയ്യിൽ വെച്ചിരുന്നതാണ് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ ഒരു 125 എന്ന് പറയുന്നത് ഇത് റവന്യൂ ഭൂമിയായിരുന്നു. ഇപ്പോൾ അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റിസർവ് ഫോറസ്റ്റിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിന് ചേർന്നുണ്ടായിരുന്ന പട്ടയങ്ങളും ടി പട്ടയം, ഇപ്പോൾ പുതുതായിട്ട് കൊടുത്ത പട്ടയങ്ങളും കാര്യങ്ങളൊക്കെ ക്യാൻസലായിട്ടുണ്ട്. ഇവിടെ എൻ്റെ അമ്മമ്മ ഇവിടെ അതിര് കെട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. എൻ്റെ പേരമ്മ, അതായത് അമ്മയുടെ അമ്മ. നോക്കിക്കോണേ, വേണ്ടോ ഇവിടെ അതിര് സ്റ്റാർട്ട് ആകുന്നുണ്ടോ. ഈ അതിര് എൻ്റെ അമ്മാമ്മ കയ്യിൽ കെട്ടിയതാണ്. അമ്മാമ്മയ്ക്ക് ആ കാലത്ത് നല്ല പണം ഉണ്ടായിരുന്നു, നല്ല സാമ്പത്തികമുള്ള വീട്ടിലെ പെണ്ണായിരുന്നു. എൻ്റെ അപ്പൂപ്പൻ അടിച്ചുകൊണ്ട് വന്നതാണ്. എൻ്റെ അമ്മാമ്മയെ സാമ്പത്തികമുള്ള വീട്ടിലെ സ്ത്രീകളെ നോക്കി കെട്ടിക്കൊണ്ട് വരിക എന്നുള്ളതായിരുന്നു അപ്പാപ്പൻ്റെ ഒരു സ്ട്രാറ്റജി. എല്ലാം ഉണങ്ങി കിടക്കുക കേട്ടോ. എപ്പോൾ ആണെങ്കിലും കാട്ടു തീ പിടിക്കാൻ സാധ്യതയുള്ള സമയമാണ് കേട്ടോ. എല്ലാം ഉണങ്ങി കരിഞ്ഞ് പപ്പടം പോലെ ഇരിക്കുകയാണ്. എൻ്റെ മോനെ, എവിടെയെങ്കിലും ഒരു കല്ല്, ഇവിടെ കൂടുതൽ കാട്ടുതീ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അതാണ് ആ മല കണ്ടോ, മേഘം ഇടിച്ച് കയറി പോകുന്നത് കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ മേഘം ഇടിച്ച് കയറി പോകുന്നു, അതാണ് കാണുന്ന കാഴ്ച. നമ്മൾ കയറി വന്ന റൂട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇങ്ങനെ കയറി മുകളിലോട്ട് പോയിട്ട് കാണിക്കും. എൻ്റെ മോനെ, വിറലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ വന്ന റൂട്ട് കാണാൻ പറ്റും. എവിടെയെങ്കിലും കാട്ടുപോത്ത് ഇമ്പുണ്ടോ എന്തോ. എപ്പോഴും കാട്ടുപോത്ത് ഇവിടെ സ്പോട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇവിടെ എപ്പോഴും സ്പോട്ടാവും. സ്പോട്ട് ചെയ്യും ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ അടുത്തായിട്ട് പുള്ളിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ഞാൻ കണ്ടായിരുന്നു, രാത്രി കയറി വരുന്ന സമയത്ത് 10 മണി സമയത്ത്. കണ്ടോ, അതാണ് ആ മലയിൽ മേഘം ഇടിച്ച് പോകുന്നുണ്ടോ. ഇതാണ് ആ വ്യൂ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെയാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. ഇവിടെ തൊട്ടടുത്ത് ഈ ഇറങ്ങി പറഞ്ഞാൽ നമ്മളെ ഷെഡ്. ഇതാണ് ഇവിടുത്തെ വ്യൂ. മോനെ, ഇതാണ് പറുദീസ. നമ്മുടെ ചിത്രം പറയുന്ന പോലെ ഇതാണ് നിൻ പറുദീസ, ഇതാണ് നിൻ നിമിഷം. ഈ നിമിഷം
ജീവിക്കുക എന്ന് പറയുന്ന കണക്ക് അല്ലേ. എൻ്റെ മോനെ വേറെ ലെവൽ. അവിടെ പോയെന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു എഡ്ജാട്ടോ. അത് അവിടെ താഴോട്ട് വേറെ ലെവലാ. എൻ്റെ പൊന്നോ, എങ്ങനെയുണ്ട്? ഇവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് മുന്നേ നമുക്ക് താഴെ പോയി അതൊന്ന് കാണിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി വരാം. നമ്മൾ വന്ന വഴി ആ ഭാഗത്താണ്, താഴെയാണ് നമ്മൾ കയറി വന്ന വഴി വരുന്നത്, ആ ഭാഗത്താണ് നമ്മൾ. ഇപ്പോൾ ഞാനതൊന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ എപ്പോൾ വേണമെങ്കിലും കാട്ടുപോത്ത് വരാം കേട്ടോ. കാട്ടുപോത്ത് എപ്പോഴും വേണമെങ്കിലും വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കമ്പിവേലിക്ക് അകത്ത് ഒരെണ്ണത്തിനെ കണ്ടെന്ന് പറഞ്ഞ അമ്മ വിളിച്ചായിരുന്നു എന്നെ കയറി വരുന്ന വഴിക്ക്. എപ്പോൾ വേണമെങ്കിലും കാണാം. ഇവിടെയൊക്കെ ഫുൾ ടൈം ഇതിനകത്താണ് നിന്ന് മേയുന്നത്. ഞാനൊക്കെ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് അറിയാം. ഇവിടെ കൂട്ടത്തോടെ നിൽക്കും, 10-12 നിൽക്കും. ചിലപ്പോൾ മറുവശത്ത് ആ ഭാഗത്ത് ഉറപ്പായിട്ടും കാണും. ഇപ്പോൾ എന്തായാലും കാണും. ഇവിടെ കണ്ട ഈ ഭാഗത്താണ് നമ്മുടെ കയറി വരുന്ന റോഡ്. ആ റോഡ് വെട്ടിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അതുകൊണ്ടേ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നോക്കി കാണാൻ പറ്റും. റോഡ് ആ ഭാഗത്താണ് വരുന്നത്. അതാണ് ആ മല. ആ മല ഞാൻ എന്തായാലും ഒരു ദിവസം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് തരും. ഈ താഴെ നിന്ന് ട്രക്ക് ചെയ്ത് ഇങ്ങനെ കയറണം. ഇങ്ങനെ കയറി പോകുന്നതായിട്ട് ഒരു വീഡിയോ മസ്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക്, അത് മസ്റ്റ് വാച്ചാണ് കേട്ടോ. സെറ്റാണ്. ആ വീഡിയോ വരുന്നുണ്ട് ഉറപ്പായിട്ടും. അത് കാണാനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണൊക്കെ പ്രസ് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൊടൈക്കനാലിൽ ഫുള്ള് ഒരു എപ്പിസോഡ് തന്നെ നിങ്ങൾക്ക് കൊടൈക്കനാലായിട്ട് ഞാൻ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കാണാം. ഇനി നമുക്ക് താഴെ പോയി ആ ഒരു എഡ്ജ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മളങ്ങനെ ഓടി താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്ക് സൈഡ് കണ്ടോ, നിങ്ങൾ ബാക്ക് സൈഡ് കണ്ടോ? ഈ മലയുടെ മുകളിൽ നിന്നാണ് നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. താഴോട്ടാണ് പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കണേ. ഈ മോട്ടോ G60 മോട്ടോറോളയുടെ എല്ലാ മൊബൈൽ ഫോണിലും കിട്ടുന്ന ഒരു ഫെസിലിറ്റിയാണ് നിങ്ങൾ ഡിസ്പ്ലേയിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ കാണുന്നത്. അറ്റ് ടൈമിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതൊരു വല്ലാത്ത ഫെസിലിറ്റി തന്നെയാണ് കേട്ടോ. ഐഫോണിലും കിട്ടത്തില്ല. എൻ്റെ ചേച്ചിയുടെ ഇരിക്കുന്ന ഫോണെന്ന് പറയുന്നത് iPhone 15 Pro Maxോ പ്രോയോ ഇതുമാണ് കേട്ടോ. പക്ഷേ അതിന് പോലും ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. സാംസങ്ങിൻ്റെ S22ഓ S23ഓ S24നോ ഒന്നിനും ഇല്ലാത്തൊരു ഫെസിലിറ്റിയാണ് കേട്ടോ മോട്ടോറോളയുടെ ഫോണിനുള്ളത്. അതായത് നമ്മുടെ ഈ വോൾവോ എന്ന് പറയുന്നൊരു കാർ കമ്പനിയില്ലേ, അവരാണ് എല്ലാ പുതിയ ഫീച്ചേഴ്സും മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അവരൊന്നിനും സ്വന്തമായിട്ട് പേറ്റൻ്റ് എടുത്ത് വയ്ക്കാറില്ല. അവർ ഈ പേറ്റൻ്റൊക്കെ എടുക്കാതെ ഫ്രീ ആയിട്ട് എല്ലാ കാറിനും വിട്ടു കൊടുക്കുന്ന പോലെയാണ്. പക്ഷേ ഈ ഫെസിലിറ്റി ഇതൊന്നും ഒരു കമ്പനികൾ ഇതുവരെ കോപ്പി അടിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. വ്ളോഗിങ് ചെയ്യാനായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോട്ടോറോള തന്നെ ചൂസ് ചെയ്യുക. ക്യാമറ ക്ലാരിറ്റി ഉണ്ടോ? സൂപ്പർ ക്ലാരിറ്റിയാണ്. ഫോട്ടോ എടുത്താലും വേറെ ലെവൽ ക്ലാരിറ്റിയാണ്. ഞാൻ ഇവിടെ ഒരു കുറച്ച് ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ. ഈ ഫോട്ടോസൊക്കെ ഈ ഫോണിൽ തന്നെ എടുത്താണ്. വേറെ ലെവലാണ്. കണ്ടോ, നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇവിടെ എത്തി. എൻ്റെ മോനെ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ കാണേണ്ട കാഴ്ച. ആ മല നമ്മൾ കയറി വരുന്ന വഴി 9x സൂമിൽ കിടക്കും കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ആ കാണുന്നതാണ് നമ്മൾ കയറി വരുന്ന വഴി. അത് വഴിയാണ് നമ്മൾ നടന്നു വന്നത്. വണ്ടി സ്കൂട്ടർ അവിടെ നിർത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ നടന്നാണ് കയറി വന്നത്. അവിടെയാണ് ഷെഡ്. ഈ ഹെയർ പിന്നൊക്കെ കയറിയാണ് നമ്മൾ മുകളിൽ വരുന്നത്, നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത്. അതിനുണ്ട് ഇവിടെ ധാരാളം മുയലുണ്ട് കേട്ടോ. മുയലിൻ്റെ കാഷ്ടം ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ധാരാളമായിട്ട് കാട്ടുമുയലുണ്ട് കണ്ടോ. ഇത് കാട്ടുമുയലിൻ്റെ കാഷ്ടമാണ് കണ്ടോ. ആട്ടിൻ്റെ കാഷ്ടവും ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ധാരാളമായിട്ട് കാട്ടുമുയലുണ്ട്. അതുപോലെ കാട്ടാട്, വരയാടുണ്ട്, കാട്ടുപോത്തുണ്ട്. എൻ്റെ മോനെ വേറെ ലെവല്. സ്വർഗത്തിൽ വന്ന് നിൽക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. നോക്കിയേ, നമ്മുടെ പ്രോപ്പർട്ടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ പ്രോപ്പർട്ടിയിൽ തൊട്ടടുത്ത് എന്നാ പറയുക, ഒരു 100-150 മീറ്ററിൻ്റെ അകലെ. എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. എൻ്റെ മോനെ ഒരു അത്ഭുത ലോകം ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. ഭൂമി എന്ന് പറയുന്നത് കുറേ കാടും മലകളും കുന്നുകളും ഇതൊക്കെ കാണേണ്ട കാഴ്ചയാണ്. ഇതൊക്കെ കാണാതെ നമ്മൾ മുകളിലോട്ട് ചെന്നിട്ട് എന്തു ചെയ്യാനാ? ഓരോരുത്തന്മാർ ലൈനൊക്കെ പൊട്ടുമ്പോഴത്തേക്കും നൈരാശ്യം കൊണ്ടൊക്കെ ആത്മഹത്യ ചെയ്യുന്ന പെമ്പിള്ളേരടുത്തും ആമ്പിള്ളേരടുത്തും എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഈ ലോകത്ത് നമ്മൾ കാണാനുണ്ട് കേട്ടോ. ഇതൊന്നും കാണാതെ നമ്മൾ മുകളിലോട്ടങ്ങ് ചെന്ന് കഴിഞ്ഞാൽ അയാൾ ചോദിക്കും, നിന്നെ ചുമ്മാ പെമ്പിള്ളേരെ വായി നോക്കി നടക്കാനല്ല നിന്നെ ഈ ലോകത്തിലോട്ട് വിട്ടത് എന്ന് ചോദിക്കും. അങ്ങനെ ഒരുത്തൻ ഉണ്ടോ എന്ന് അറിയത്തില്ല. ബ്രഹ്മാവ് പടച്ചു വിട്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തോ എനിക്കെന്തായാലും ദൈവത്തിൽ വിശ്വാസമില്ല. ഇതാണ് മുയലിൻ്റെ കാഷ്ടം. കാട്ടുമുയലിൻ്റെ കാഷ്ടം കാണിക്കാൻ പറ്റിയ സമയം നട്ടുച്ചയ്ക്ക്. ഇതിൻ്റെ മുകളിൽ നമ്മൾ പോകാൻ കേട്ടോ.
അതിൻ്റെ മുകളിൽ പോകണം. ഈ മേഘം കണ്ടോ, ആ മേഘങ്ങൾ കറക്റ്റായിട്ട് ഇതിലൊന്ന് ഇടിച്ചിട്ടേ പോകത്തുള്ളൂ കേട്ടോ. അതേപോലെയാണ് അതിൽ. ഓ എൻ്റെ മോനെ, ഐക്കോണിക് വ്യൂ നോക്കിയേ. മേഘം വന്ന് ഇടിക്കുകയാണ് ആ കുന്നിൽ. അതൊരു ദിവസം എന്തായാലും ഞാൻ മസ്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യും. നിങ്ങൾ കാണണം കേട്ടോ. ഇതാണ് താഴെ നമ്മുടെ കോളനി, അടുക്കം കോളനിയാണ് കാണുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മളിങ്ങനെ താഴോട്ട് വരുന്നത്, താഴെ നിന്ന് കയറി വരുന്നത്. അങ്ങനെ വണ്ടിക്ക് പോകുന്നതാണ്. ഇത് അടുക്കം വഴി, അടുക്കം എന്ന് പറയുന്നത് ആ ഭാഗത്താണ് അടുക്കം വരുന്നത്. ഈ കുന്നിൻ്റെ മറുവശത്ത് അടുക്കം, അവിടുന്ന് താഴെ പെരിയോളം. എൻ്റെ ആ മോനെ വേറെ ലെവൽ. ഞാൻ എന്തായാലും തോണ്ടേ ആ ഒരു എഡ്ജ് വരെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെയൊക്കെ വൺ ഡേഞ്ചറാണ്. ഉരുണ്ട് കഴിഞ്ഞാൽ പിന്നെ മിച്ചം പോലും കിട്ടത്തില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എൻ്റെ മോനെ, ഇതൊക്കെ നല്ല ട്രക്കിംഗ് ബൂട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങാവുള്ളൂ കേട്ടോ. ഞാൻ ഇട്ടേക്കുന്നുണ്ട് വാക്കാരോടെ ചെരുപ്പാ. ഇത് നല്ല ഗ്രിപ്പാണ് കേട്ടോ, സാധനം നല്ല ഗ്രിപ്പാണ്. അടിയിൽ നല്ല ഗ്രിപ്പാണ്, നമുക്ക് ചവിട്ടി നിൽക്കാനും പറ്റും. ഷൂ ഇട്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ നടക്കാറുള്ളത്. ഇപ്പോൾ ഇത്തിരി വെയിലായതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ. കണ്ടോ എങ്ങനെയുണ്ട്? എൻ്റെ മോനെ, ഈ കുന്ന് ഞാൻ കയറി വന്നിട്ടുണ്ട് കേട്ടോ. എന്നെ ഇവിടെ ഫോറസ്റ്റ് ഗൈഡ് ഒരാളുണ്ടായിരുന്നു, പുള്ളി ഗാർഡ് വാച്ചർ. എന്നെ ഈ നമ്മുടെ തോട്ടത്തിലുള്ള മരം മുറിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ ഫോറസ്റ്റിൽ നിന്ന് ആൾക്കാർ വന്നപ്പോൾ വന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഇതുവഴിയാണ് ഞാൻ കയറി വന്നത്. ഈ മല എന്നെ കയറ്റിയായിരുന്നു പുള്ളി. ആ റോഡ് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ആദ്യം നടന്നു വന്നുകൊണ്ടിരുന്നത് ഇതിൻ്റെ മറുവശത്ത് ഒരു വഴിയുണ്ട്, ആ വഴി കൂടെ. പക്ഷേ ഈ കുന്ന് എന്നെ കൊണ്ട് നടത്തി കയറ്റിച്ചു പുള്ളിക്കാരൻ. ഓ, ഇതൊക്കെ എൻ്റെ അമ്മമ്മയുടെ കയ്യിൽ ഇരുന്നതാണ് ഒരു കാലത്ത്. അവർ അയ്യോ വെള്ളം കണ്ടോ, വെള്ളം. ഒരു കാലത്ത് അവർ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. കാട്ടുപോത്തൊക്കെ ഇവിടെ നിറങ്ങിയിട്ടുണ്ട്. ഇവിടെ അടുക്കിയിട്ടുണ്ട്, കല്ല് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ് എൻ്റെ അമ്മാമ്മ കൂടുതൽ ഇവിടെ കൊണ്ടുവന്ന് പൈസ 55-60 ആ സമയത്ത് കൂടുതലും പൈസ എൻ്റെ അമ്മാമ്മ തുലച്ചത് ഇവിടെയാണ് കൊണ്ടുവന്ന് നശിപ്പിച്ചത് കേട്ടോ. ഇവിടെ കാട്ടുപോത്ത് കിടന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ഈ ഭാഗം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടാണ് കേട്ടോ. ഇതുവഴി കാട്ടുപോത്ത് പോണതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മോനെ, കാലിൽ വെള്ളം കയറിയപ്പോൾ കാല് വഴുക്കുന്നു കേട്ടോ. നിങ്ങൾ മൊയർ പോയിൻ്റ് പോയിട്ടുണ്ടോ? മൊയർ പോയിൻ്റ് അല്ല, നമ്മുടെ എന്താ പറയുക, ഇതുണ്ടല്ലോ ഡോൾഫിൻ ഹൗസ്. അത് കാണാനൊന്നും വലിയ കാഴ്ചയൊന്നുമില്ല. പക്ഷെ ഇത് കണ്ടോ, ഇവിടെ നിന്നുള്ളൊരു വ്യൂ, ആഭാരം. ഞാൻ നിൽക്കുന്നത് കണ്ടു നോക്കിയേ. ഓ എൻ്റെ മോനെ, വേറെ ലെവല്. നമ്മളിവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് കയറാൻ പോകാം കേട്ടോ. ഇതൊക്കെ പറഞ്ഞ് താഴോട്ട് പോകുമെന്തോ, പേടിയാവുന്നു. ഓ, ആവശ്യത്തിലങ്ങ് കയറി. ഇപ്പം തിരിഞ്ഞു നോക്കിയപ്പോഴാണ് പേടി. എൻ്റെ അമ്മ, അയ്യോ. യെസ്, നമ്മൾ മുകളിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ചെല്ലുമ്പോൾ കാട്ടുപോത്തിനി നിൽക്കുമെന്തോ. മുകളിലോട്ട് കയറാനാ പാട് കേട്ടോ. ചെരുപ്പ് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. കാട്ടുപോത്തുണ്ടെങ്കിൽ ഊമ്പി പെട്ടു എന്ന് വേണം പറയാൻ. കണ്ടോ, കല്ല് കെട്ടിക്കുന്നുണ്ടോ? എൻ്റെ അമ്മാമ്മയ്ക്ക് ഭ്രാന്തായിരുന്നു ആ കാലത്ത്. വേണ്ട, കല്ലടിക്കിരിക്കുക. ഇങ്ങനെയും പണം കൊഴുപ്പിൽ ഭ്രാന്തുള്ള അമ്മമ്മമാരാരെങ്കിലും ഉണ്ടോ? ആ കാലത്ത് എന്തോരം ജോലിക്കാർക്ക് ശമ്പളം കൂടെ ചെയ്താണെന്നറിയാം. ഓക്കെ, കാട്ടുപോത്തുവല്ല ഉണ്ടാകുന്നത്. എൻ്റെ മോനെ എഡ്ജാട്ടോ. കാട്ടുപോത്ത് സ്ഥിരം പോകാൻ വരയ്ക്കുന്ന വഴിയാ നമ്മളീ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എങ്ങനെയുണ്ടെന്ന് അതിമനോഹരമായിട്ടുള്ള വ്യൂ. ട്രക്കിംഗ് സ്റ്റിക്കൊന്നും ഇല്ലാതെ ഇതുവഴിയൊന്നും വരരുത് കേട്ടോ. നമുക്ക് പിന്നെ കയറി ഇറങ്ങി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. താഴോട്ടുള്ള ആ ഗർത്തം കണ്ടോ, അതിഭീകരമായിട്ടുള്ള ഗർത്തം കേട്ടോ. എൻ്റെ മോനെ, നമ്മളങ്ങനെ നടന്നു പോവുകയാണ്. കറക്റ്റ് ചെന്ന് വീഡിയോ എടുത്ത് ചെന്ന് കാട്ടുപോത്തിൻ്റെ മുമ്പിൽ തന്നെ ചെന്ന് കയറണം. അയ്യോ, ഇവിടുന്നൊക്കെ പോയാൽ മിച്ചം കിട്ടത്തില്ല കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ടെന്ന്? ആഭാരമായിട്ടുള്ള കുഴി.
അതിഭീകരമായിട്ടുള്ള കുഴി. അതിൻ്റെ മറുവശം എന്താണെന്ന് അറിയത്തില്ല, നമ്മൾ നോക്കിയില്ല കേട്ടോ. മുയൽ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. വന്നാൽ മുയലിനെ പിടിക്കാമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ജയിലിൽ കിടന്നിട്ട് പോവാം ഒരു 5-6 വർഷത്തേക്ക്. ജയിലിൽ കിടക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം എന്നും പറഞ്ഞ് മുയലിനെ പിടിക്കണമെന്നല്ല പറയണം കേട്ടോ. പിടിക്കാൻ പാടില്ല. വംശനാശം വന്ന് ഇപ്പോൾ കാട്ടിലൊന്നും ഒന്നുമില്ല. ഇപ്പോൾ ഈ കാട്ടിലൊന്നും ഒന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാടിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് വെറും കാടും മരങ്ങൾ മാത്രമല്ല കേട്ടോ. കാടിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് കാട്ടിലെ മൃഗങ്ങളാണ്. അവറ്റകളെ കാണുന്നത് നമ്മളെ ഉള്ളിലുണ്ടാകുന്ന പേടിയും അവറ്റകളുടെ നമ്മളെ കണ്ടിട്ട് അവറ്റകളുടെ പേടിയും ഒക്കെയാണ് നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുമെന്ന് പറയുന്നത് കാട്ടിൽ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് എന്താ പറയാനുള്ളത്, കാട്ടിൽ വന്നു കഴിഞ്ഞാൽ കാട്ടുമൃഗങ്ങളെ ശല്യം ചെയ്യരുത്. കൊടൈക്കനാലിൽ പ്രത്യേകിച്ച് വന്നു കഴിഞ്ഞാൽ കുരങ്ങിന് ഫുഡൊന്നും കൊടുക്കരുത് കേട്ടോ. ഇവിടെ വന്ന് കുരങ്ങിന് ഫുഡൊക്കെ കൊടുക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അവർ പിന്നെ നിങ്ങളെ പിറകെ നിന്ന് മാറത്തില്ല. നിങ്ങളുടെ ബാഗ്, നിങ്ങളുടെ മൊബൈൽ ഫോണ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അടിച്ചുകൊണ്ട് പോകും. കാരണം ശ്രദ്ധ കൂടുതലാണ്. അയ്യോ, ഒരു കണക്കിന് നമ്മൾ മുകളിൽ കയറി. എൻ്റെ മോനെ, ഈ ഒരു മല ഇത്രയും പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കണ്ട എൻ്റെ അമ്മാമ്മ കിട്ടിച്ചിരിക്കുന്ന വേലകളുണ്ടോ. കാശ് കുറേ മുടക്കിയതാ ആ കാലത്ത് കള്ളക്കാവി. എങ്ങനെയുണ്ട്, കിട്ടിക്കുന്നുണ്ടോ? അവർ കിട്ടിയതാ, പഴയ ആൾക്കാരാണ് പറഞ്ഞത്. ഇവിടെ മൊത്തം അതിര് കെട്ടി തിരിച്ചിട്ടുണ്ട്. അത് എൻ്റെ അമ്മയുടെ അമ്മ ചെയ്ത പരിപാടിയാണ്. വേഗം തൂ വരുന്നു. മുകളിൽ കയറിയാലോ. ഇത്രേ ഉള്ളൂ. കാട്ടുപോത്തെല്ലാം വരുന്നുണ്ടാകുന്നു. അതാണ് കൊടൈക്കനാലിലെ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള മലയെന്ന് പറയുന്നത് കേട്ടോ. അത് പളനി പെരുമാൾമല ഉച്ചി എന്നാണ് അതിൻ്റെ പേര്. അതിനോടൊപ്പം കിടപിടിക്കുന്നതാണ് നമ്മുടെ ഈ ടോപ്പ് എന്ന് പറയുന്നത്. വേറെ ലെവലല്ലേ. നമുക്കിങ്ങനെ പോവാം. നേരെ ചെന്ന് കാട്ടുപോത്തിന് മുമ്പിൽ തന്നെ ചെന്ന് കയറണേ. സ്പോട്ട് ചെയ്യാൻ പറ്റി അത് മറ്റൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. സ്പോട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും കാണാൻ പറ്റുമെന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ നേരെ മുകളിൽ കയറാൻ പോവാണ്. നമുക്ക് സ്കൂട്ടാവാം. സമയം പോകുന്നു. റിസോർട്ടിൽ ഇനി ഗസ്റ്റ് വല്ലതും ഇന്ന് ഞായറാഴ്ച കൂടെയാണ്. റിസോർട്ടിൽ ഗസ്റ്റ് വല്ലതും വന്നു കഴിഞ്ഞാൽ പെടും. ഇതെന്നാ ചെടിയാണ്? ഓ, മറ്റേ ഇലമുളച്ചിയല്ലേ ഇത്? ഇലമുളച്ചി. ഈ സംഭവത്തിൻ്റെ ഇല മുളയ്ക്കും കേട്ടോ. ഞാനിത് 2 എടുത്തിട്ട് ഞാനിതിൻ്റെ ഇല മുളയ്ക്കുന്ന കാണിച്ചില്ല. ഇത് ബുക്കിനകത്ത് പേപ്പറിനകത്തോ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല മുളയ്ക്കും. സംഭവം കൊള്ളാം കേട്ടോ. പാറപ്പുറത്ത് പിടിച്ചേക്കുക. ഇതിനെ എടുത്ത് ഇതിൻ്റെ ഒരു ചെടി എടുത്ത് നമുക്കേ വീട്ടിൽ കൊണ്ടുപോയിക്കാം. നമ്മുടെ തോട്ടത്തില്ലേ അവിടെ കൊണ്ടുപോയിക്കാം. എന്താ ഈ ചെടി നമ്മൾ പറിച്ചെടുക്കുകയാണ്. ഈ ചെടി കമോൺ. എന്തിന് നമുക്ക് ചെടിയുടെ ആവശ്യമില്ല കേട്ടോ. ഈ ഇല തന്നെ ധാരാളമാണ്. ഇല ഉണ്ടെങ്കിൽ ചെടി ആയിക്കോളും. പൂ പോലെ എന്തോ ഉണ്ട് കേട്ടോ അതിൽ. എന്തായാലും നമ്മൾ നടന്ന് കയറുകയാണ്. ഈ ചെടി വല്ല മണമുണ്ടോ? എൻ്റെ ഒരു ഹോബി, നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനെ ഹോബീസ് ഉണ്ടെങ്കിൽ, എന്താ പറയുക, ഒരു സ്വഭാവ ദൂഷ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഹോബി എന്ന് പറയാൻ പറ്റില്ല. ചില ചെടികളുടെ ഇല പറിച്ചിട്ട് അതിങ്ങനെ മണത്ത് വെക്കുക. ഇതിപ്പോൾ ഞാൻ മണത്ത് വയ്ക്കും കേട്ടോ. ഇതൊരുമാതിരി നമ്മുടെ ഏതോ ഒരു ചെടി, നമ്മൾ ഗ്യാസ് മുട്ടായിരെ മണം കേട്ടോ. പഴയ ഗ്യാസ് മുട്ടല്ലേ നഷ്ടം വിളിച്ചാൽ ഞാൻ ഫോട്ടോ കാണിച്ചേ. ആ ഗ്യാസ് മുട്ടായിരെ ഒരു മണം. ഓ എൻ്റെ മോനെ, ഇലമുളച്ചി ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണെന്ന് അറിയത്തില്ല. ഇലമുളച്ചിയാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. അങ്ങനെ തന്നെ ഉണ്ട്. നല്ല കട്ടിയുണ്ട് കേട്ടോ ഇതിൻ്റെ ഇല. നല്ല കട്ടിയുള്ള ഇലയാണ്. ഇത് ഇല മുളച്ചാൽ ഇലമുളച്ചി. ഇതാ കാട്ടുപോത്തിൻ്റെ ചാണകം കണ്ടോ. ഞാൻ പറഞ്ഞില്ല ഇവിടെ കാട്ടുപോത്തുണ്ടെന്ന്. നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയാൽ അതൊരു വല്ലാത്ത സന്തോഷമായിരിക്കും എല്ലാവർക്കും. ഞാൻ എന്തായാലും മുകളോട്ട് കയറുക. അയ്യോ, കാട്ടുപോത്തിൻ്റെ ഒരു വെച്ചുള്ള ചാണകത്തിനൊരു ചൂര് സ്മെല്ലുണ്ട് കേട്ടോ. ആ സ്മെല്ല് വരുന്നുണ്ട്. ഇത് കാട്ടാടിൻ്റെ കാഷ്ടമാണ് കേട്ടോ. ഇതാണ് കാട്ടാടിൻ്റെ കാഷ്ടം. കേഴയാടിൻ്റെ കാഷ്ടം കണ്ടോ. ഇതാണ് കേഴയാടിൻ്റെ കാഷ്ടം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പോയി. ഇതെന്ത് ചെടിയാണെന്ന് അറിയാൻ വയ്യ. നല്ല ചുവപ്പ് കളറിലുള്ള ഇല തളിപ്പ്. നല്ല രസമുണ്ട് കേട്ടോ. ഇതുവഴി ഞങ്ങൾ മുകളിൽ കയറിയാലോ. കണ്ടേ കേഴയാട് കാഴ്ചച്ചേക്കുന്നത് കണ്ടോ.
കേടുണ്ടെങ്കിൽ അതിനെങ്കിലും കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. എന്തെങ്കിലും ഒന്നിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയാൽ അത് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. സബ്സ്ക്രൈബേഴ്സിന്, നമ്മുടെ വ്യൂവേഴ്സിന് എല്ലാവർക്കും. സ്റ്റിക്ക് എടുക്കാൻ മറന്നുപോയി. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലയ്ക്ക് താഴോട്ട് മാത്രം, കഴുത്തിന് താഴോട്ട് മാത്രം വിസിബിൾ ആകുന്നത്. സ്റ്റിക്ക് എടുത്തില്ല. സ്റ്റിക്ക് എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരാമായിരുന്നു. അപ്പോൾ നല്ല ക്ലാരിറ്റിയോടുകൂടി എല്ലാം കാണുകയും ചെയ്യായിരുന്നു. അപ്പോൾ എന്നാലും നമ്മൾ ഇതുവഴി മുകളിലോട്ട് കയറുവാണ്. ഓക്കെ, 17 മിനിറ്റായി ഒരു ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങനെ മുകളിൽ കയറി. എന്തായാലും എൻ്റെ കള്ളക്കളവി അമ്മൂമ്മയ്ക്ക് എന്നാത്തിൻ്റെ കാണാൻ അറിയത്തില്ല. ഈ കണ്ട പാറക്കെട്ടും മലകളും മൊത്തം ആൾക്കാർക്ക് ശമ്പളം കൊടുത്ത് കല്ല് കെട്ടി വെച്ചേക്ക്. അന്ന് ഇത് ഏകദേശം 250 ഏക്കറോളം വരും കേട്ടോ. പക്ഷെ ഇപ്പോൾ അത് ഫോറസ്റ്റിലായി. പട്ടയൊന്നും കിട്ടിയില്ല അന്ന്. പട്ടത്തിനൊക്കെ അപേക്ഷിച്ചാൽ തോന്നുന്നേ, ഒന്നും കിട്ടിയില്ല. അതാ കെട്ടി വെച്ചേക്കുന്നുണ്ടോ. കള്ളക്കളവി കാശ് കുറേ കൊണ്ട് പിടിച്ചതാ. കോട്ടയത്തുകാരി കേട്ടോ. നല്ല സാമ്പത്തികമുള്ള വീട്ടിലായിരുന്നു. എൻ്റെ അപ്പൂവൻ അടിച്ചോണ്ട് വന്നാ. പുള്ളിക്കാരുടെ ഹോബി ഇത് തന്നെയായിരുന്നു. സൈക്കോയാ പുള്ളി. സാമ്പത്തികമുള്ള നിലയിലുള്ള വീട്ടിലെ പെൺകുട്ടികളെ കാണുക, അവരെ കറക്കിക്കൊണ്ട് വരിക എന്നുള്ളതാണ് പുള്ളിയുടെ ഹോബി. അടിപൊളിയല്ലേ. രാത്രി വന്നാൽ മുയലിനെ സ്പോട്ട് ചെയ്യാൻ കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പാ കുറേ കാണാൻ പറ്റും. വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ട്? ഈ മലയുടെ നിഴലാണ് ആ കാണുന്നത് കേട്ടോ. അയ്യോ പൊളി. കുറേ നേരമായിട്ട് ഞാൻ ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് പോവാം. പെരുമാൾമല എന്ന് ഞാൻ കാണിച്ചു തരാം. അത് കണ്ടിട്ട് ഇനി ബാക്കി വരും. ഇങ്ങനെയുള്ള ഭാഗത്തേക്ക് വരുമ്പോൾ പേടിയാണ്. കാട്ടുപോത്ത് കാണും. വേണ്ട, നല്ല പുൽ മൈതാനമാണ്. ഇവിടെ മേഞ്ഞോട്ട് നിൽക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് പേടിയാ. എങ്ങനെയുണ്ട് വ്യൂസ്? വ്യൂ എങ്ങനെയുണ്ട്? അതാണ് പെരുമാൾമല വില്ലേജ്. ഒരു ടവറുണ്ട് നമ്മുടെ ഒരു വില്ലേജിൽ. പക്ഷെ നമുക്കിവിടെ നെറ്റ് കിട്ടും കേട്ടോ. ജിയോ കിട്ടും, എയർടെലൊക്കെ നമുക്കിവിടെ കിട്ടും. വ്യൂ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. ആ താഴെ ഒരു തകര ഷീറ്റ് കാണുന്നുണ്ടോ? ആ റോഡിന് അടിഭാഗത്തായിട്ട് ഒരു പിക്കപ്പ് വണ്ടി വരുന്നുണ്ട് ഇപ്പം. ആ റോഡിന് അടിഭാഗത്ത് കാണുന്നത് അതാണ്ട് ആ തകര ഷീറ്റ് കാണുന്നത് അത് നമ്മുടെ പ്രോപ്പർട്ടി ആട്ടോ. അത് നേരെ ഈ മുകളിലുള്ളത് വേഗം വന്ന് ഇടിച്ച് കയറിയതുകൊണ്ടോ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക്. ഇതും അതും അത് രണ്ടും നമ്മുടെ പ്രോപ്പർട്ടിയാണ്. അത് 23 സെൻറ്റ് അടുപ്പിച്ചുകൊണ്ട് ഇത് 2 ഏക്കറുണ്ട്. അവിടെയാണ് വീട് വയ്ക്കാനുള്ള പ്ലാനിലിരിക്കുന്നത്. ഇതാണ് നമ്മുടെ തോട്ടം സെറ്റ് ചെയ്യാൻ, റിസോർട്ട് സെറ്റ് ചെയ്യാനും പ്ലാനിലിരിക്കുന്നത്. ഇവിടെയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മാക്സിമം. വ്യൂ എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? ഹെവി. ഏതോ ഒരു സ്വപ്നത്തിലെ പർദീസയിൽ വന്ന പോലെ ഉണ്ട്. മോനെ, എനിക്ക് പേടി എന്താണെന്നറിയാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ നോക്കും. കാരണം എപ്പോൾ വേണമെങ്കിലും വരാമേ കാട്ടുപോത്ത്. ഇവിടെ ഡേഞ്ചറാ. പാറയുടെ മുകളിൽ കൂടെ കയറി പോയാൽ കുഴപ്പമില്ല. അവർ ശല്യം ചെയ്യാൻ സാധ്യത കുറവാണ്. കാട്ടാടിൻ്റെ ശല്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അതും ശല്യം ചെയ്യില്ലെന്ന് തോന്നുന്നു. പക്ഷേ കണ്ടാൽ ഓടിക്കോളും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാട്ടുപോത്തിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു മേഖലയിൽ, ഈ ഒരു ഏരിയയിൽ കാട്ടുപോത്ത് എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ അവിടെ കമ്പി വേലിയൊക്കെ ഇട്ട് ഫുള്ള് ക്ലോസ് ചെയ്തുകൊണ്ട് വരാൻ സാധ്യത കുറവാണ്. എങ്ങനെയുണ്ട്? ചില ഇലയൊക്കെ കാണുന്ന സൗണ്ട് കേൾക്കുമ്പോൾ പേടിയാവും. പൊളിച്ചില്ലേ? എങ്ങനെയുണ്ട് വ്യൂ? ആ കോളനിയിലാണ് നമ്മൾ ആദ്യം താമസിച്ചിരുന്നത് കേട്ടോ. ആ വീടൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തരാം. താമസിച്ചിരുന്ന വീടൊക്കെ ഞാൻ എപ്പോഴും വാടക കൊടുക്കാറുണ്ട്. 3000 രൂപ കൊടുക്കാറുണ്ട്. അവിടുത്തെ അമ്മയ്ക്ക് ചെറിയൊരു വീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ റിസോർട്ടിലാണ് ഉള്ളത്. റിസോർട്ടിൻ്റെ വീഡിയോസ് നിങ്ങളുടെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. അത് ക്ലോസ് ചെയ്ത് അടുത്ത റിസോർട്ടിലേക്ക് മാറാനുള്ള പരിപാടിയിൽ നിൽക്കുവാണ് നമ്മുടെ ഓണർ. ഞാൻ ആ റിസോർട്ടിൻ്റെ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അടിപൊളി. ഏതോ സ്വപ്നത്തിലെ ലോകത്ത് വന്ന പോലെയുണ്ട്. അപ്പോൾ ഗൈസ്, വീഡിയോ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ കൊടൈക്കനാലിൻ്റെ സകല ഹൈഡ്രേറ്റ് പ്ലേസസ് ഞാൻ എക്സ്പ്ലോർ ചെയ്യാനായിരിക്കും. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ആ കുന്നിലായിരിക്കും. കൊടൈക്കനാലിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള പെരുമാൾമല ഉച്ചയ്ക്ക്. ബാക്കിയെല്ലാം താഴെ കേട്ടോ. ഇതാണ് ഏറ്റവും ഹയസ്റ്റ് പ്ലേസ്. അതിൻ്റെ സെക്കൻഡാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താ കുറച്ച് പേപ്പർ വർക്ക് കൂടെ ക്ലിയർ ചെയ്ത് ഉടനെ നമ്മൾ റിസോർട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അവിടെ താഴെ നമ്മുടെ ഇത് കാണിച്ചില്ലേ, ആ സ്പോട്ടിൽ നിന്ന് നമ്മൾ റോപ്പ് വേ
പറ്റുമെങ്കിൽ റോപ്പ് വേ സെറ്റ് ചെയ്യും. 5.23 crore സംതിങ് ആണ് റോപ്പ് വേക്ക് വരുന്നത്. നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോണൊക്കെ സെറ്റ് ചെയ്ത് നമ്മളത് ഉറപ്പായിട്ട് സെറ്റ് ചെയ്യും. കൊടൈക്കനാലിൽ റോപ്പ് വേ ഇല്ല എന്നാണ് തോന്നുന്നത്. സിപ്പ് ലൈൻ ഉണ്ട്, റോപ്പ് വേ ഇല്ല. സിപ്പ് ലൈൻ നമ്മുടെ പൂമ്പാറയിലോ പൂണ്ടിയിലോ എവിടെ ഉണ്ട്, പക്ഷേ റോപ്പ് വേ ഇല്ല. റോപ്പ് വേ നമ്മളിവിടെ സെറ്റ് ചെയ്യും. ഇവിടെ നല്ല സെറ്റൊരു റിസോർട്ട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്, പ്ലാനുണ്ട്. ആരും സപ്പോർട്ട് ചെയ്യാനല്ല, വീഡിയോ കാണുന്നവർ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അത്യാവശ്യം ഒരു എന്നാ പറയുക, ഒരു 5 to 10 crore ചിലവാകുന്ന രീതിയിൽ നോക്കാനാണ് പ്ലാൻ. നമ്മൾ ലോണൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. നമുക്കിവിടെ ഹെലിപ്പാഡ് ഇതും ചെയ്യണം നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ. അതൊരു വല്ലാത്ത ഫീലായിരിക്കും. നമുക്ക് സാധാരണക്കാർക്ക് ഇവിടെ നമ്മൾ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പ് ചെയ്യും. അതുപോലെ ഹൈ ലക്ഷറി നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുക, ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മൾ കൊടൈക്കനാൽ ഫുള്ള് കാണുന്നുണ്ട്, ഫുള്ള് സെറ്റ് ചെയ്യുന്നുണ്ട്. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ. നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം.